രാവിലെ എണീക്കാൻ താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. അന്നത്തെ ദിവസമേ ജഗ പുകയായിരിക്കും. എളുപ്പപ്പണിക്ക് പുട്ടും പരിപ്പൂരം ഉണ്ടാക്കി കൊച്ചിന് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു വിടണോട്ടോ. പിന്നെ ചോറ് വേവാനുള്ള സമയമില്ലാത്തതുകൊണ്ട് റൈസ് ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ആളെ പാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ അതൊരു 4 കൊറിയറും കൂടി പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഇന്നലെ രാത്രി കിടന്നപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞായിരുന്നു. അതും കൂടി പാക്ക് ചെയ്തിട്ട് ഇതോടെ നമ്മുടെ കൊറിയർ എല്ലാം അയച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ചെരുപ്പിൻ്റെ ലിങ്ക് എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മേടിച്ചപ്പോൾ ഞാൻ കാണിച്ചായിരുന്നു. ഒന്നും കൂടി കൊടുത്തേക്കാം. പുത്തനായിട്ട് കിട്ടിയപ്പോൾ നല്ല രസമായിരുന്നു. ഇട്ടിട്ട് ചപ്രയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3-4 മാസം ലഭിക്കണം. ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സെറ്റാണ് ഞാൻ ഇട്ടേക്കുന്നത്. നല്ല മുത്തി പിടിപ്പിച്ച പോലത്തെ മെഷീൻ എംബ്രോയിഡറിയാണ്. അങ്ങനെ ധൃതിക്ക് പോകാൻ നിൽക്കുമ്പോൾ ഗ്യാസ് ചേട്ടനും വന്നു. പിന്നെ അവിടെ കുറച്ച് താമസിച്ചു. അതെല്ലാം അയച്ചിട്ട് നമ്മളിതേ ഒരു 1/2 മീറ്റർ തുണിയുടെ കുറവുണ്ടായിരുന്നു. അത് വാങ്ങാനായിട്ട് പിന്നെ കടയിൽ പോയി തിരിച്ച് വന്നിട്ട് പല്ലിൽ ഒറ്റക്കമ്പി ഇട്ടത് ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഊരി വെക്കണമല്ലോ. ഇടുമ്പോൾ എന്തൊരു വേദനയാണോ എൻ്റെ ദൈവമേ, ഒന്നും പറയാനില്ല. അങ്ങനെ ഞാൻ കറിയൊക്കെ ബാക്കി കുറച്ചും കൂടി ഉണ്ടാക്കണമായിരുന്നു കേട്ടോ. അതൊക്കെ ചെയ്തിട്ട് പിന്നെ 2 ബ്ലൗസ് തുന്നാനുണ്ടായിരുന്നു. ഒരു കല്യാണ പെണ്ണിൻ്റെയാണ്. ആളിപ്പം തന്നെ ട്രയൽ നോക്കാനായിട്ട് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം തുന്നി തീർത്ത്. പിന്നെ ഇതാട്ടോ ഡ്രസ്സ്. നല്ല രസമുള്ളൊരു കളർ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളർ. ഹാങ്ങിങ്സും കൊടുക്കണമായിരുന്നു. അതെല്ലാം കൂടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തന്നെ എൻ്റെ സമയം ഔട്ടായി. തീർന്നു അന്നത്തെ ദിവസം. പിന്നെ കിയാര വന്നാൽ പിന്നെ തീർന്നു, ഒന്നുമില്ല. അങ്ങനെ ഇതാട്ടോ ഡ്രസ്സ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഒരു എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസും കൂടെ ഉണ്ടായിരുന്നു. ഇത് വെഡ്ഡിങ് ബ്ലൗസ് ആട്ടോ. അപ്പോൾ എത്രയുള്ള ബൈ ബൈ.